ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേവ് ടമാറ്ററിൻ്റെ സബ്ജി അഥവാ ടമാറ്റർ സേവ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് സേവ്, 4 മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 മീഡിയം സൈസിലെ തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുത്തത്, 1 വലിയ സവാള പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. കടുകും ജീരകവും പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ഉള്ളി ഒന്ന് പതുക്കെ വഴന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇവിടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ടൊമാറ്റോയുടെ പേസ്റ്റ് ആയതുകൊണ്ട് ഇത് വേഗം തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇവിടെ തക്കാളിയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സേവ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ഈ മിക്സിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടമാറ്റർ സേവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്